ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നടന്ന മത്സരത്തിലും പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ചെന്നൈയിൻ FC ബ്ലാസ്റ്റേഴ്സിനെ കൊച്ചിയിൽ വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തിയത്. തുടർച്ചയായ 4ാമത്തെ മത്സരത്തിലെ തോൽവിയാണ്. ഈ മത്സരത്തിലെ റഫറിങ് മോശമായിരുന്നു. പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിനെതിരെ റഫറി നിലകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ റഫറിക്കെതിരെ വലിയ ചാൻറ്റുകളൊക്കെ അവിടെ മുഴക്കുകയും ചെയ്തിരുന്നു. റഫറിങ്ങിനെ കുറിച്ച് ഡേവിഡ് കാറ്റ്ലയോട് ചോദിച്ചിരുന്നു. എന്നാൽ റഫറിയെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റ്ല പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് ആശങ്കാകുലനാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിന്റെ കാര്യത്തിൽ റഫറിയെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇതാണ് ഡേവിഡ് കാറ്റ്ല ഇപ്പോൾ റഫറിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ മത്സരത്തിലെ പരാജയത്തിന് ശേഷം അന്റോണിയോ ഹബാസ് ഡേവിഡ് കാറ്റ്ലയെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതായത് ബജറ്റിനെ കുറിച്ചൊന്നും താൻ സംസാരിക്കാനില്ല, താൻ വിജയിക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഡേവിഡ് കാറ്റ്ലയെ ഉന്നം വെച്ചുകൊണ്ട് ഹബാസ് നടത്തിയിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി ഡേവിഡ് കാറ്റ്ല പറഞ്ഞത് ഇങ്ങനെയാണ്: ഇനി ഞാൻ മറ്റുള്ള ക്ലബ്ബുകളെ കുറിച്ച് അഭിപ്രായം പറയില്ല, അതെന്റെ ബിസിനസ് അല്ല, അല്ലെങ്കിൽ അതെന്റെ പണിയല്ല എന്നാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റ്ല പറഞ്ഞിട്ടുള്ളത്. മറ്റു ക്ലബ്ബുകളെ കുറിച്ച് സംസാരിക്കാൻ ഇനി താനില്ല എന്നാണ് ഡേവിഡ് കാറ്റ്ല ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും വളരെ ദയനീയമായ ഒരവസ്ഥയിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ പരിശീലകനെ പുറത്താക്കിയാലും അതിൽ അത്ഭുതപ്പെടേണ്ടി വരില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.